ഹായ്, കുറച്ച് നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഒറ്റക്കൊള്ളൊരു ട്രിപ്പ്, അത് 1-2 ദിവസത്തേക്ക് അങ്ങനെ പോണ്ടിച്ചേരി വരെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓഫീസ് കഴിഞ്ഞിട്ട് ഫുൾ എക്സൈറ്റ്മെന്റിൽ പോവാണ്. എന്ത് രസമല്ലേ പുറത്തെ കാഴ്ചകളൊക്കെ. തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ ഡയറക്റ്റ് ട്രെയിൻ ഇല്ലല്ലോ. അപ്പൊ 3 മണിക്ക് വില്ലുപുറം സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് മാറി കയറിയിട്ടാണ് പോണ്ടിച്ചേരിയിലെത്തിയത്. പോണ്ടിച്ചേരിയിൽ എത്തിയപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു തമിഴ് ഫാമിലി. ഒത്തിരി സന്തോഷമായിട്ടോ. നേരെ പോയത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ബസ്ലിക്ക പള്ളിയിലേക്കാണ്. അവിടെ നോക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് സൈക്കിൾ ഓടിച്ച് വന്ന 3 പേരെ കണ്ടു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു സ്കൂട്ടർ പോയി റെന്റിന് എടുത്തിട്ടോ 2 ദിവസത്തേക്ക്. അവർ കൊടും റേറ്റ് ഒക്കെ പറയും, നമ്മൾ ബാർഗൈൻ ചെയ്തെടുക്കണം. അവിടുന്ന് നേരെ വണ്ടി എടുത്തിട്ട് വൈറ്റ് ടൗണിലേക്ക് പോയ എന്റെ മോനെ എസ്തെറ്റിക് ബ്യൂട്ടി അല്ലേ. ഞാനിങ്ങനെ ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് ഈ പുള്ളിക്കാരി അതുപോലെ തന്നെ വന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ മെയിനാവലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ കഫേയിലേക്ക് പോയെ. ഞാൻ അത്യാവശ്യം റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് കയറിയതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് പല സാധനങ്ങളും ട്രൈ ചെയ്യാൻ പറ്റില്ല, അതാണ് ഒരു പ്രശ്നം. പിന്നെ നമ്മൾ താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഹോസ്റ്റലിലേക്ക് പോയെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ നമ്മൾ താമസിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ആൾക്കാരായിട്ട് കമ്പനിയായി. കാര്യം ഇങ്ങനെ പെട്ടെന്ന് ആൾക്കാർ കണക്ട് ആവാൻ വേണ്ടി ഇഷ്ടംപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്സഡ് ഡോമറ്ററിലാണ് താമസിച്ചത്. ഞാൻ നാട്ടിൽ നിന്ന് പോയപ്പോൾ കുറച്ച് ചിപ്സ് ഒക്കെ കൊണ്ടുപോയിരുന്നു, അതൊക്കെ എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരു പോണ്ടിച്ചേരി സ്റ്റൈൽ ഫിഷ് താലിയും കൂടെ കഴിച്ചിട്ട് വൈകുന്നേരം ഞാൻ ബീച്ചിലേക്ക് പോയെ. ബീച്ചിൽ ചെന്നപ്പോൾ സെറ്റ് ആയിരുന്നു, നല്ല രസമായിരുന്നു. അവിടുന്ന് ഈ മലയാളി പിള്ളേരും കൂടെ കൊണ്ട് എന്തൊരു വൈബായിരുന്നു അറിയാം, അടിപൊളി. കഴിഞ്ഞ് നമ്മുടെ ഹോസ്റ്റലുള്ള എല്ലാവരും കൂടെ നൈറ്റ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.